ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കാസർകോട് EVM ഹാക്കിംഗ് പരാതിയിൽ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതിയിലാണ് അന്വേഷണം. സൈബർ ഓപ്പറേഷൻസ് IG P പ്രകാശിനാണ് അന്വേഷണ ചുമതല. റോഷിബാലും അരുൺ പൂപ്പറമ്പയും ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിബാൽ, എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? റോഷ്നി, EVM ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് നൽകിയിരുന്നു. ആ പരാതി പരിശോധിച്ചാണ് രമേശ് ചെന്നിത്തല അടിയന്തരമായി അന്വേഷിക്കാൻ വേണ്ടി സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. സൈബർ ഓപ്പറേഷൻസ് IG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ പരാതി അന്വേഷിക്കുക. നേരത്തെ EVM മെഷീൻ ഹാക്ക് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. അത് തടയാൻ സഹായിക്കാം, അതിനുവേണ്ടി പണം നൽകണമെന്ന ആവശ്യവുമായി സമീപിച്ചോ എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ, അത് രാഷ്ട്രീയ ആരോപണങ്ങളായും വലിയ ദുരൂഹത ഉയരുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത് ഒടുവിൽ ആ ആരോപണം, ആ വിവാദത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങുന്നു എന്നതാണ് പ്രത്യേകത. മറ്റിടങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു കച്ചവട ശ്രമം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ യാഥാർത്ഥ്യം തേടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ മറ്റ് നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് അതിൽ DGPക്ക് പരാതി നൽകുന്നതാണ് പതിവ്. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണത്തിൽ പ്രതികരിച്ചുമില്ല, അതിൽ പരാതിയും നൽകിയിട്ടില്ല. പക്ഷേ അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെടുകയും പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് കൂടി ചേരുകയാണ്. അരുൺ, ഈ നേരിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിട്ടുള്ള ഒരു പരാതിയാണ്. അതിലിപ്പോൾ 7 ദിവസമായിട്ടും പോലീസിന് കൈമാറിയില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ അത് ഗൗരവമായി കാണുകയാണല്ലോ അല്ലെ? അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഈ വിഷയം എന്തായാലും അത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയതാണ്. റോഷ്നി, തീർച്ചയായും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് ഒരാഴ്ച മുമ്പ് മന്ത്രി കാസർഗോഡ് എത്തിയ ഘട്ടത്തിലാണ് രേഖാമൂലം പരാതി നൽകിയത്. അതായത് ഇതിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട്. ഇതിൽ ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് BM ജമാലിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നത്. EVM ഹാക്ക് ചെയ്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വാഗ്ദാനം ചെയ്ത് കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റി എന്നതാണ് ഈ ആരോപണം ഉയർന്നത്. മറ്റു ചില സ്ഥാനാർത്ഥികളെയും ഇയാൾ സമീപിച്ചിരുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നു. അതായത് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന വലിയ നിയമലംഘനമാണ് നടന്നതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അതുകൊണ്ട് ഇതിൽ നിയമപരമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ UDFന്റെ നേതൃത്വം, UDFന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ആദ്യമായി മുസ്ലിം ലീഗിന്റെ നേതാവ് എന്നെ നെല്ലിക്കുന്ന ഇത്തരം ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഈ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പണം കൈപ്പറ്റിയ വിവരങ്ങൾ ഉൾപ്പെടെയാണ്, തെളിവുകൾ ഉൾപ്പെടെയാണ് UDF ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആദ്യഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ആ നിലയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ഈ സംഭവം വിവാദമായതോടെ, വാർത്തകൾ വന്നതോടെ ഇതിനെ തള്ളി UDF ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള BM ജമാലൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിൽ കൃത്യമായ നിലപാടെടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. ഈ കാര്യത്തിൽ ഇത് സംഭവിച്ച, അല്ലെങ്കിൽ ഈ ഉയർന്ന ആരോപണം ശരിയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതാണ്. അതിൽ ആ നിലയിലുള്ള അന്വേഷണം വേണം എന്നതാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും അതിലൊടുവിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ്. അതിൽ അന്വേഷണത്തിന് നടപടി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ്.